ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പിന്നെയാണെങ്കിൽ നമുക്കിതിലേക്ക് ശർക്കരയോ തേങ്ങയോ തേങ്ങാപ്പാലോ എണ്ണ ഓയിലോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെറും രണ്ടോ മൂന്നോ ചേരുവകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. വെറും 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ പിന്നെ അത് ചൂടാറാൻ തന്നെ വേണ്ടി വരില്ല, അരമണിക്കൂറൊക്കെ. ഇതിന് അതുപോലും വേണ്ട കേട്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അമൃതം പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ്സോ 1/2 കപ്പോ, ഇനിയിപ്പോൾ കപ്പിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് എടുത്തോളൂ കേട്ടോ ഗോതമ്പ് പൊടി. അപ്പോൾ ചട്ടി ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ അളന്നിട്ടതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വറവ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിൽ നിന്ന് ചെറുതായിട്ടൊരു പുകയൊക്കെ വരും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വറുത്തിട്ടൊരു പ്രത്യേകത നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. അപ്പോഴാണിത് ശരിക്കും അങ്ങോട്ട് വറുന്നായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുക. ഗോതമ്പ് പൊടി നല്ലോണം വറുത്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിക്കോളിട്ടോ. അല്ലെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളി. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ തികഞ്ഞില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ, കണ്ടല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് പേരൊന്നും ഇല്ലാന്ന് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കറിയാം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ 4 5 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അളവിലല്ല കേട്ടോ, ഞാൻ ഈ കാണിച്ചു തരുന്ന അളവെന്ന് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അമൃതം പൊടി അല്ല കേട്ടോ, ഗോതമ്പ് പൊടിയാണ്. ഇനിയിപ്പോൾ അമൃതം പൊടി ചെയ്യാം. അമൃതം പൊടിയിലാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചത് അമൃതം പൊടിയൊന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ അമൃതം പൊടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വറവായി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുമെന്ന്. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഫ്ലെയിമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നിങ്ങൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊടി. ഇനി നമുക്ക് വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കപ്പലണ്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കാഷ്യൂനട്ടോ അതല്ലെങ്കിൽ പിസ്ത ബദാം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് അളവ് കുറക്കട്ടോ. അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് കാഷ്നട്ട് കേട്ടോ, മറന്നു പോയതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കാഷ്നട്ട് അല്ലാന്ന്. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ സംസാരത്തിലൊക്കെ നമ്മൾ ഇടുന്ന പൊടി മൈദപ്പൊടി ആണെങ്കിൽ ഗോതമ്പ് പൊടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതെന്താ മൈമോ ഗോതമ്പ് പൊടി ഇട്ടിട്ട് മൈദപ്പൊടി എന്ന് പറഞ്ഞ് മൈദപ്പൊടി ഇട്ടിട്ട് ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, കാരണം നമ്മളെ സംസാരത്തിൽ മാറ്റം പറഞ്ഞോടത്ത് പേക്കണാണ്. ഇപ്പോൾ ഇത് കാഷ്യൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കളവ് പറയല്ല, പറഞ്ഞോടത്ത് പേക്കാന്നുള്ളത്. കാരണം ഞാൻ അണ്ടിപ്പരിപ്പല്ലല്ലോ ഇട്ടത്, നമ്മൾ കടലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പേക്കൂട്ടോ ചില സമയത്ത് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേ പറഞ്ഞോടത്ത് പേക്കണാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടൊക്കെ വറുക്കാറുണ്ട്, അതുപോലെ തന്നെ മണലിട്ടൊക്കെ വറുക്കാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, വെറും ചട്ടിയിലിട്ട് തന്നെ വറുത്താൽ നല്ലോണം നമുക്ക് നല്ലോണം വറുന്നിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു പൊട്ടിൻ്റെ സൗണ്ടില്ലേ, ആ പൊട്ടണ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വറന്ന് കിട്ടണം, ആ ഒരു വറവിൻ്റെ ടേസ്റ്റ് നല്ലോണം വേണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ചിലർക്ക് ഏത് സാധനമായാലും നല്ലോണം ഒരു വറവിൻ്റെ ചുവയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തൊലിക്ക് ചെറുതായിട്ടൊരു കറുപ്പ് ഒരു കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് കൂടുതൽ വറുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാനൊന്ന് എടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കൈയൊന്നും പൊള്ളിക്കണ്ട കേട്ടോ, കാരണം പെട്ടെന്ന് കൈയൊക്കെ പൊള്ളാൻ സാധ്യത ഉണ്ട്. ഈ ഒരു നമ്മൾ വറുത്തെടുത്ത് നല്ല ചൂടിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കൈ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ചൂടാവുന്ന ചില ആളുകൾക്കൊക്കെ പിന്നെ കയ്യിന് തയമ്പൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൈയൊക്കെ അതിൽ പെട്ടാണ് കേട്ടോ, ഒരുപാട് ജോലിയൊക്കെ ചെയ്ത കൈയാണ്. അപ്പോൾ അത് കണ്ടുകാണ്ട് നിങ്ങൾ ചെയ്യണ്ട. ഏതായാലും ഞാൻ ആ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണേ. കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് ചൂടാറിയിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗ്ലാസ്, നമ്മൾ സാധാരണ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് ഇതാ ഒന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ നിന്നോട്ടെ. അത് ചെറുതായിട്ടൊന്ന് ഗരമലായിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാനിതാ കടല ഈ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു സ്റ്റേജിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് ഈ ഒരു തൊലിയൊക്കെ റിമൂവായിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മുറത്തിലിട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് പാറ്റി കൊടുത്താൽ തന്നെ, ഒന്ന് ചേറി കൊടുത്താൽ തന്നെ, ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാറ്റി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആ ഒരു തിരിയണില്ല എന്നുണ്ടെങ്കിൽ പാറ്റി കൊടുക്കണേ ചേറി കൊടുക്കുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ചേറി കൊടുത്താൽ തന്നെ ഈ ഒരു കടല വേറെയും അതിൻ്റെ തൊലി വേറെ ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. എനിക്കിപ്പോൾ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്തോളി. ഏതായാലും ഇതാ കടലൊക്കെ മുഴുവനായിട്ടും ഇതാ ആ ഒരു തൊലിയൊക്കെ റിമൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര നിങ്ങളൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാര ഒരുപാട് ബ്രൗൺ കളറാകാൻ പാടില്ല, ഒരു ലൈറ്റ് ഗോൾഡ് ആവാനേ പാടുള്ളൂ. അപ്പോൾ എൻ്റേതിപ്പോൾ നല്ലോണം തീ കുറച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിങ്ങനെ മെൽട്ടായിട്ട് വരുന്നേ ഉള്ളൂ, ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കടല നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് കേട്ടോ. നല്ലോണം പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് പൊടിയാൻ പാടില്ല കടല, ചെറുതായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളും കുറച്ച് പൊടിഞ്ഞതും അങ്ങനെ ഉണ്ടോ വേണ്ടത്. ഒന്ന് കറക്കി കൊടുത്താൽ നിൽക്കണമെന്നില്ല, അത്ര കറങ്ങാനേ പാടുള്ളൂ. അപ്പോൾ അതോട് മാറ്റി വെച്ചിരിക്കണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര ഇതാ ചെറുതായിട്ടൊന്ന് കരിമലായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്ലെയിം ഇത് കരിയെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പഞ്ചസാര ഇട്ട് പോയി, പക്ഷേ കടലമൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി അത് ഫ്ലെയിം ഓഫ് ചെയ്യണമെന്ന് നല്ലതെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും റിമൂവ് ചെയ്ത് കഴിയണില്ല കടലിൻ്റെ തൊലിയെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കടലിൻ്റെ പണി കഴിഞ്ഞിട്ട് മതി കേട്ടോ പഞ്ചസാരൻ്റെ പണി, അതായിരിക്കും നന്നാവുക. ഏതായാലും പഞ്ചസാര ഇതാ ഒരു അത്യാവശ്യം നല്ല ഗോൾഡായിട്ട് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രൗൺ കളറാക്കി മാറ്റണില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാര ഇതാ ഈ ഒരു നോൺ സ്റ്റിക്കിന് ചട്ടിക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആദ്യം തന്നെ പഞ്ചസാര കരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കണ സമയത്തിന് ആദ്യം നോൺ സ്റ്റിക്കിന് ചട്ടി എടുക്കട്ടോ. ഞാൻ ഈ കടല വറുത്ത ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആവാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ ഇനി ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അടി പിടിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരം പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടീനെ വെക്കുക. അപ്പോൾ ഞാൻ ചെയ്ത പോലെ പിന്നെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ, ഞാൻ അന്തല്ല ചെയ്തു പോയതാണ്. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ആ ഒരു പഞ്ചസാരൻ്റെ കരമലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കിയതിന് ശേഷം നമുക്കിതാ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ പൊടി, കടലൻ്റെ ആ ഒരു പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇതാ ഇതുപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇളക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചൊരു ഡ്രൈ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഒരിക്കലും ഡ്രൈ ആവില്ല. കുറച്ച് സമയം ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ലോണം ഇങ്ങനെ മെൽട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ നമ്മുടെ ആ വറുത്തച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ടുന്ന സമയത്തും നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് പച്ചവെള്ളമോ ചുടുവെള്ളമോ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഗരമലൈസ് ചെയ്ത് ഇടട്ടെ പഞ്ചസാര എന്ന് വിചാരിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇത് നമ്മളിതിങ്ങനെ ഇളക്കി കുറച്ച് സമയം ഇങ്ങനെ ഒരു മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോഴേക്കും ഇത് നല്ല ഒരു ഇതായിട്ട് വരും, നല്ലൊരു മെൽട്ടായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആയി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, കാരണം ഇത് പ്രത്യേകിച്ചും കുട്ടികളാണിത് കഴിക്കുക, ഒരു ടേബിൾ സ്പൂണ് നെയ്യും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ലേശം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടി കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ. ഇത് പഞ്ചസാരയൊക്കെ കൂട്ടി പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്, അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്ന്, ഇതിലേക്ക് ഒരു വെള്ളം ഇനി ചേർക്കരുത് എന്നൊക്കെ. കാരണം ചൂട് തട്ടുമ്പോൾ ഇത് നല്ലോണം മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമൊന്നും ആവും വേണ്ട. ഈ ഒരു കറക്റ്റിലാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലോണം ഒരു അത്യാവശ്യം കുറച്ചൊരു നനവൊക്കെ ആയിട്ടുണ്ടാവും ഒരു നെയ്യിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ചൂടാറും. നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടും ചൂടാറും. പക്ഷെ നമ്മൾ പൊടി ഇട്ടിങ്ങനെ ഇളക്കുന്ന സമയത്ത് വീണ്ടും ചൂടായിട്ട് പഞ്ചസാര വീണ്ടും മെൽട്ടാവും. അപ്പോഴാണിത് ശരിക്കും അങ്ങോട്ട് നല്ലൊരു ഇതായിട്ട് കിട്ടുക, പാകത്തിന് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു പാത്രം ആദ്യം തന്നെ കുറച്ച് ഓയിലോ എണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണിത് നേർക്ക് സെറ്റാക്കാൻ വെക്കണമെന്നുണ്ട്, ചെറിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഓയിലോ നെയ്യൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതുപോലെ അലുമിനിയത്തിലോ സ്റ്റീലൊക്കെ വെക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഓയിലോ നെയ്യ് എന്തെങ്കിലും പുരട്ടി കൊടുക്കണം കേട്ടോ. നമുക്കത് വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡാണ് എടുത്തിരിക്കണത്, നല്ല ചതുരത്തിൽ സ്ക്വയറായിട്ടൊക്കെ കിട്ടണേ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലെവൽ ചെയ്യലും പ്രസ് ചെയ്യലും ഒക്കെ കറക്റ്റിന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. കാരണം അത് ചൂടാറി കഴിഞ്ഞാൽ അത് സെറ്റാവില്ല. സെറ്റാവാൻ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള കിട്ടൂല. അപ്പോൾ നമുക്ക് വിചാരിച്ച ആ ഒരു ഭംഗിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം പ്രസ്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് കട്ട് ചെയ്യാൻ കിട്ടില്ല, നല്ല ഉറപ്പായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇളം ചൂടിൽ തന്നെ ഇതന്നെ ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറി, ഞാൻ ലെവൽ ചെയ്ത് വന്നപ്പോൾ അതിന് കുറച്ചൊരു ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കത്തിയോണ്ട് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കത്തിയോണ്ട് ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കട്ടോ. എത്ര വലുപ്പമുള്ള കഷ്ണങ്ങളാണോ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള വലുപ്പത്തിൽ കഷ്ണങ്ങൾ ആക്കിയിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണ്ട, ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. വരച്ച് കൊടുത്താൽ തന്നെ പിന്നെ നമുക്കിത് ചൂടാറിയിട്ട് നമ്മൾ തട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് കുറച്ച് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം ചെയ്യട്ടോ. ഞാനിങ്ങനെ നല്ലോണം ലെവൽ ചെയ്ത് വന്നപ്പോൾ ഇത് കുറച്ചും ചൂടാറി. അപ്പം ലെവൽ ചെയ്യലൊക്കെ കുറച്ചാലും ഇങ്ങനെ വരട്ടെടുക്കൽ പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി സ്പൂൺ കൊണ്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഇനിയിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളിപ്പോൾ എന്തൊരു പലഹാരം ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചാലും കുറച്ച് സമയം വേണ്ടിയല്ലേ. ചൂടാറിയൊക്കെ ആകുമ്പോഴേക്കും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. പക്ഷേ ഇതിനതൊന്നും വേണ്ട കേട്ടോ. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ചൂടൊക്കെ ഉണ്ടെങ്കിലും നല്ലോണം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ. നല്ലോണം സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ സൈഡൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം വിടിയിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത് കൊട്ടുമ്പോൾ കിട്ടാനൊരു പ്രയാസമുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ അത് കിട്ടും, പക്ഷേ ഇത് എന്താ അറിയില്ല, കുറച്ചൊരു പ്രയാസമുണ്ട്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സമയമൊക്കെ എനിക്ക് വീഡിയോ കട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതായിട്ടൊക്കെ കാണിച്ചാൽ മതി. പക്ഷേ ഇതിനിപ്പോൾ നിങ്ങളിപ്പോൾ ഇതേമാതിരിയൊക്കെ ചെയ്യുന്ന സമയത്ത് വേഗം ഇങ്ങോട്ട് ഇതിന് ചാടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും മൈമ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചാടി. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ അതിങ്ങനെ വിചാരിക്കേണ്ട, എൻ്റെതും ഇങ്ങനെ തന്നെയുണ്ട് അനുഭവം. അപ്പോൾ ഇതത് വിട്ടൊക്കെ പോന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പോരാനൊരു പ്രയാസം അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊട്ടി കണ്ടായി ചാടുന്നില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതങ്ങനാണ്ട് പൊട്ടി കണ്ടം ചാടുന്നില്ലതാ. ഇതപ്പോൾ ഒരിക്കലും ചാടൂല കേട്ടോ, അവർ നമ്മൾ പിടിച്ച് വലിക്കാനേ വേണ്ടിയില്ല. അപ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പാത്രത്തിൽ നിന്ന് ചാടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പോകുന്നൊക്കെ ചെയ്തിന് കേട്ടോ, നല്ലോണം പോന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു തടസ്സം, എന്താ അറിയില്ല. നല്ല അടിപൊളിയല്ലേ, കാണാനൊക്കെ എന്ത് ഭംഗിയുണ്ടല്ലേ. കണ്ടപ്പോൾ നല്ല അടിപൊളി കടലമിഠായി പോലെ തന്നെ ഉണ്ട്. കടലമിഠായി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനിയിലാണെങ്കിലും ഇനിയിപ്പോൾ പഞ്ചസാര വെച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കില്ല. നമ്മളിപ്പോൾ ഇതിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കടലമിഠായിയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടല വേണ്ടി വരും. ഇതാകുമ്പോൾ കടലിൻ്റെ അളവ് കുറവാണ്. കണ്ടില്ല, നല്ല ഉറപ്പുണ്ട് കേട്ടോ. നമ്മൾ കടലമിഠായി പൊട്ടിക്കണം അതേപോലെ തന്നെ കടലമിഠായിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. കടലമിഠായിനേക്കാളും ഒന്നും കൂടെ ഒരു മടങ്ങ് ടേസ്റ്റാണ്. അപ്പോൾ 1 കപ്പ് കടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളവ് ഇതിപ്പോൾ ഒരുപാട് കടലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണം, വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിൻ്റെ അളവ് കൂട്ടിയാൽ മതി, കടലൻ്റെ അളവ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മക്കളൊക്കെ എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് 5 രൂപ 10 രൂപ ഒക്കെ നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ അവർ സ്കൂളിൽ വന്നാലും വേണ്ടി വരും അവർക്ക് പൈസ ഒക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് മിഠായിക്ക് വാങ്ങാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പോഴും 5 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴൊക്കെ നമുക്ക് മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഇനിയിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിഠായി എന്ത് വിശ്വാസമാണ്, ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടായിരിക്കും. ഇതാകുമ്പോൾ അതൊന്നും ഇല്ലല്ലോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തും കൊടുക്കുക. ഇനിയിപ്പോൾ മക്കൾക്ക് തന്നെയല്ല, നമുക്കും ഇതൊക്കെ കിട്ടിയാൽ വലിയ ഇഷ്ടം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈക്കൊക്കെ തരി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഇതുപോലുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.